എക്സാം ഇങ്ങെത്താറായി. അപ്പം നമ്മൾ റിവിഷൻ ചെയ്യേണ്ട സമയമാണ് ഇനി. അപ്പം നമുക്ക് റിവിഷനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠത്തിൻ്റെ വൺ ഷോട്ട് റിവിഷനാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തേ, വേഗാട്ടെ. ലൈക്ക് ചെയ്തോ? ഓക്കെ. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം മാർക്കറ്റ് ഇക്വിലിബ്രിയം 5ാമത്തെ പാഠം, മൈക്രോ എക്കണോമിക്സ് 5 പാഠങ്ങളാണ് നമുക്കുള്ളത്. എന്നിട്ട് നമുക്ക് ബാക്കോട്ട് പഠിക്കാം കേട്ടോ. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ്, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്തൊക്കെയാണ്. ഡിമാൻഡ് ഇവിടെ ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്, ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നതാണ് ഇക്വിലിബ്രിയം. അതിന് നേരെയുള്ളതാണ് ഇക്വിലിബ്രിയം പ്രൈസ്, അതിൻ്റെ താഴെയുള്ളതാണ് അതിൻ്റെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ക്ലിയർ ആണേ? ഓക്കെ. ഇനി നമുക്ക് പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാൻ പറഞ്ഞിട്ട് നമുക്ക് QS ഈക്വൽ 20 + P, QD ഈക്വൽ 35 - 2P എന്ന എന്തൊക്കെയോ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു അല്ലേ. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയുമാണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് വളരെ സിമ്പിളാണ്. ഇത് സപ്ലൈ ആണ്, ഇത് ഡിമാൻഡാണ്. ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ QDയും QSും, അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എന്താ? 35 - 2P ഈക്വൽ. സപ്ലൈയുടെ ഇക്വേഷൻ എന്താ? 20 + P. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇക്വേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചോളാം. നമ്പറുകളൊക്കെ ഈക്വൽ ടു ഇപ്പുറത്താക്കുക, ലെറ്ററൊക്കെ അപ്പുറത്തേക്കാക്കുക. അപ്പോൾ ഈ 20 ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓൾറെഡി ഇവിടെ 35 ഉണ്ട്. 20 ഇങ്ങോട്ട് വരുമ്പോൾ -20 ആകും, ഈക്വൽ. ഇനി അവിടെ ഒരു P ഉണ്ട്. ഈ -2P നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഈക്വൽ ടൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +2P ആകും. സോ നമുക്ക് എന്ത് കിട്ടി? 35 - 20 അതായത് 15 ഈക്വൽ 3P എന്ന് പറഞ്ഞ് കിട്ടി. 3P 15 ആണെങ്കിൽ therefore P എത്രയായിരിക്കും? 15 / 3 ഈക്വൽ 5. സോ ഇതാണ് പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് അങ്ങനെ 5 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഈ ഇക്വേഷനിലോ പിയുടെ സ്ഥാനത്ത് ഈ 5 കൊടുത്താൽ മതി. നോക്കി, 20 + P എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ പിയുടെ വാല്യൂ 5 കൊടുക്കാം. 20 + 5 ഈക്വൽ 25. സോ 25 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസ് നമ്മുടെ 5ഉം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അങ്ങനെ 25 നമുക്ക് കിട്ടി. ഇനി ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എക്സസ് ഡിമാൻഡ്, എന്താണ് എക്സസ് സപ്ലൈ. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും, അതാണ് എക്സസ് ഡിമാൻഡ്. എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാലോ മാർക്കറ്റ് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവും, അത്രയേ ഉള്ളൂ. ഇനി അത് ഗ്രാഫിക്കലി നമ്മൾ വരയ്ക്കണം. ഗ്രാഫിക്കലി വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളാം. ഇത് നമ്മുടെ ഡിമാൻഡ് കർവാണ്, ഇത് നമ്മുടെ സപ്ലൈ കർവാണ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി ഇക്വിലിബ്രിയം ആയി. ഇത് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് ആയിരുന്നു, ഇത് നമ്മുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആയിരുന്നു. ഇവിടെയുള്ളത് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ ഒന്നുകൂടി വരച്ച് കാണിക്കുന്നതാണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആയിരുന്നു. ഈ ഇക്വിലിബ്രിയത്തിന് മുകളിലേക്കുള്ള പോർഷൻസ് ഉണ്ടല്ലോ, ഈ ലൈൻ വരച്ചിരിക്കുന്നത്, അവിടെ സപ്ലൈ കർവ് അല്ലേ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ബാക്കിൽ ഡിമാൻഡും ഫ്രണ്ടിൽ സപ്ലൈ കർവാണ് നിൽക്കുന്നത്. സോ ഈ ഭാഗങ്ങളാണ് എക്സസ് സപ്ലൈ കേട്ടോ. ഇനി താഴേക്ക് നോക്കി, ഇങ്ങോട്ടുള്ള ഈ പോർഷൻസ്, ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഡിമാൻഡ് ആണല്ലോ, അതുകൊണ്ട് ഇത് എക്സസ് ഡിമാൻഡാണ്. അത് തന്നെയാണ് ഈ ഗ്രാഫ്. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയത് അവിടെ മാച്ച് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ആണ്. എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആണ് കേട്ടോ. ഇനി എന്താണ് പ്രൈസ് സീലിംഗ്? എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള സാധനങ്ങളുടെ വില, സി എന്ന് പറയുമ്പോൾ കൺസ്യൂമർ ആണെന്ന് ഓർത്തോളാം. കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൈസ് സീലിംഗ്. കൺസ്യൂമറിനെ എപ്പോഴാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരുന്നത്? സാധനങ്ങളുടെ വില കൂടുമ്പോൾ. സാധനങ്ങളുടെ വില കൂടുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ആ വില താങ്ങാൻ പറ്റാതെ വരുമ്പോൾ മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അതിനേക്കാട്ടിലും മാർക്കറ്റ് നിശ്ചയിച്ച വിലയിനേക്കാട്ടിലും താഴെ ഒരു വില നിശ്ചയിക്കും. അതിനെയാണ് വില പരിധി അല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആ വിലയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ഗ്രാഫ് വരയ്ക്കണം. ഡിമാൻഡ്, സപ്ലൈ, മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും കൂടി ഇക്വിലിബ്രിയം. അവർ തീരുമാനിച്ച പ്രൈസാണ് ഈ P എന്ന് പറഞ്ഞ പ്രൈസ്. അപ്പോൾ ഈ പ്രൈസ് കൂടുതൽ ആളുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഇടപെട്ടിട്ട് താഴെ ഒരു പ്രൈസ് നിശ്ചയിക്കും. ഇതാണ് P1, താഴെ നിശ്ചയിച്ച പ്രൈസ്.
അപ്പോൾ എന്ത് സിറ്റുവേഷനിലേക്ക് അത് പോയി താഴെ പ്രൈസ് നിശ്ചയിച്ചപ്പോൾ ഇതെന്ത് സിറ്റുവേഷനാ? എക്സസ് ഡിമാൻഡിൻ്റെ സിറ്റുവേഷൻ അല്ലേ? അത് എക്സസ് ഡിമാൻഡ് സിറ്റുവേഷനിലേക്ക് നയിക്കും. ഓക്കെ, അപ്പോൾ എക്സസ് ഡിമാൻഡിലായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ റേഷൻ കടകളിൽ ലോങ് ക്യൂസ് നിൽക്കേണ്ടി വരും. പിന്നെ ഇത് ബ്ലാക്ക് മാർക്കറ്റിലെ ആളുകൾ എന്ത് ചെയ്യും, വില കൂട്ടി വിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതിന് അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്താണ് പ്രൈസ് ഫ്ലോർ അല്ലെങ്കിൽ തറവില? ഇത് നേരെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ഇത് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാ? പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. എപ്പോഴാണ് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുന്നത്? അവരുടെ സാധനങ്ങൾ വില കുറഞ്ഞു പോകുമ്പോൾ. അപ്പോൾ മാർക്കറ്റിൽ സാധനങ്ങളുടെ വില തീരെ കുറഞ്ഞു പോകുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം വരും. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഇതാണ് ആ പ്രൈസ്, വില കുറഞ്ഞ പ്രൈസ്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അവർക്ക് നഷ്ടം വരാതിരിക്കാൻ അതിനേക്കാട്ടിലും കൂടിയ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. അതെന്തിലേക്കാണ് നയിക്കുന്നത്? സപ്ലൈ അല്ലേ? അതെന്ത് സിറ്റുവേഷനിലേക്ക് നയിക്കുന്നു? എക്സസ് സപ്ലൈ സിറ്റുവേഷനിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടിയ വിലക്ക് സാധനങ്ങൾ എടുത്തിട്ട് ആളുകൾക്ക് വിൽക്കും. ഓക്കെ, കുറഞ്ഞ മാർക്കറ്റിലെ വിലക്ക് വിൽക്കും. അതാണ് ഫ്ലോർ പ്രൈസ് അഥവാ തറവില. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കുന്നത്. ഇത്ര പഠിച്ചാൽ മതി. പ്രോബ്ലം തിയറി ആയിട്ട് ഇത്രേ പഠിക്കാനുള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.